Hello everyone, I am Dr. Menulis Matthew, consultant dermatologist working at DermaVue, skin and plastic surgery, lasers and hair transplant, Aluva. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസിനെ കുറിച്ചാണ്. സർക്കുലർ ഷേപ്പിലോ അല്ലെങ്കിൽ സെമി സർക്കുലർ ഷേപ്പിലോ കണ്ണിന് ചുറ്റുമുണ്ടാകുന്ന ഒരു ഡാർക്ക് ബ്രൗൺ ടു പർപ്പിളിഷ് ബ്ലൂ പിഗ്മെൻറ്റേഷനാണ് ഡാർക്ക് സർക്കിൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു 100,000 ചോദ്യങ്ങൾക്ക് തന്നെ ഈ ഡാർക്ക് സർക്കിൾസ് കാരണമാകുന്നു. എന്താണ്, ടയേർഡ് ആണോ, ടെൻഷൻ ഉണ്ടോ, വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ആണോ, ആഹാരം കഴിക്കുന്നില്ലേ, ഉറക്കമില്ലായ്മയുണ്ടോ, അങ്ങനെ നമ്മുടെ കോൺഫിഡൻസിനെ തന്നെ ബാധിക്കുന്ന, നമ്മുടെ മുഖത്തിൻ്റെ ഗ്ലോയിനെ ബാധിക്കുന്ന, ഒരു ടയേർഡ് ലുക്ക് നൽകുന്ന ഒരു വലിയൊരു റെസിസ്റ്റൻറ്റ് പ്രോബ്ലം തന്നെയാണ് ഈ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ്. പല കാരണങ്ങൾ കൊണ്ട് ഡാർക്ക് സർക്കിൾസ് ഉണ്ടാകാം. ഒന്ന്, ഹെറിഡിറ്ററി ആൻഡ് ജനറ്റിക് ഫാക്ടേഴ്സ്, പാരമ്പര്യമായുള്ള കാരണങ്ങളാണ്. 2, അലർജി. മൂന്നാമതായി സ്കിൻ ലാക്സിറ്റി, അതായത് നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള സ്കിൻ ലാക്സ് ആവുകയും കണ്ണിന് ചുറ്റും ഒരു നീര് അല്ലെങ്കിൽ പഫിനെസ് രൂപപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ കണ്ണിന് ചുറ്റുമുള്ള വോളിയം ലോസ് സംഭവിച്ച് കണ്ണ് കുറച്ചും കൂടെ ഉള്ളിലോട്ട് പോയതുപോലെ ഫീൽ ചെയ്യുന്നു. അതിൻ്റെ ഒരു ഷാഡോയിങ് കാരണവും കറുത്ത പാടുകൾ ഉണ്ടാകാം. അതുകൂടാതെ രക്തധമനികളുടെ ഒരു ഷെയ്ഡ് വരാം, വാസ്കുലാരിറ്റി കാരണവും കറുത്ത പാടുകൾ ഉണ്ടാകാം. അതുകൂടാതെ ചിലവർ പ്രഷർ കുറയ്ക്കാനായിട്ടുള്ള ചില മരുന്നുകൾ ഉപയോഗിക്കുന്നതിൻ്റെയും കാരണമായി പിഗ്മെൻറ്റേഷൻ ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ചുറ്റും കണ്ണിന് ചുറ്റും കറുത്ത പാടുകൾ ഉണ്ടാകുക. അതിനുള്ള കൃത്യമായ കാരണം കണ്ടുപിടിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനു വേണ്ടിയുള്ളൊരു സൊല്യൂഷൻ. സൺസ്ക്രീൻ കൃത്യമായി ഉപയോഗിക്കണം. കണ്ണിന് ചുറ്റുമുള്ള നമ്മുടെ സ്കിൻ വളരെ തിൻ ആയതുകൊണ്ടും അത് കൂടുതൽ സെൻസിറ്റീവ് ആയതുകൊണ്ടും വളരെ സൂക്ഷിച്ച് വേണം കെമിക്കൽ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ. നമുക്ക് അലർജി ഉണ്ടാക്കാത്ത സൺസ്ക്രീൻ തിരഞ്ഞെടുത്ത് അത് കൃത്യമായി ഉപയോഗിക്കുക. കൂടാതെ ഡീപിഗ്മെൻറ്റേഷൻ ക്രീം, കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് കുറയ്ക്കാവുന്ന ക്രീമുകൾ, അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ കറുപ്പിനെ പതിയെ മെല്ലെ കുറയ്ക്കും. വൈറ്റമിൻ സി അതുപോലെ തന്നെ കൊളാജനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒന്നാണ്. ബ്ലഡ് അക്യൂമുലേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒന്നാണ്. അതും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ UV പ്രൊട്ടക്റ്റീവ് സൺഗ്ലാസസ് ധരിക്കുന്ന ശീലം ഉണ്ടാക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ക്രീമുകളും സൺസ്ക്രീനും ഉപയോഗിച്ചിട്ടും പിഗ്മെൻറ്റേഷൻ കുറവ് വരാത്തവരിൽ ട്രൈ ചെയ്യാവുന്ന ഒന്നാണ് കെമിക്കൽ പീലിംഗ് അല്ലെങ്കിൽ കീമോ എക്സ്ഫോളിയേഷൻ. വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ കണ്ണിന് ചുറ്റുമുള്ള പീൽ ചെയ്യാൻ. കാരണം അതൊരു സെൻസിറ്റീവ് ഏരിയ ആയതുകൊണ്ട് കൃത്യമായ പ്രോട്ടോക്കോൾ പാലിച്ച് പ്രിക്കോഷൻസ് എടുത്ത് പ്രോപ്പർ പോസ്റ്റ് പ്രൊസീജിയർ കെയർ ഫോളോ ചെയ്ത് വേണം കെമിക്കൽ പീൽ ചെയ്യാൻ. 40 മുതൽ 50% വരെ പിഗ്മെൻറ്റേഷൻ കുറച്ചേക്കാവുന്ന ഒന്നാണ് കെമിക്കൽ പീലിംഗ്. പക്ഷേ മൾട്ടിപ്പിൾ സെഷൻസ് വേണ്ടതായി വന്നേക്കാം. 3 to 4 സെഷൻസ് 2 to 3 വീക്സ് ഗ്യാപ്പിൽ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതിൽ റിസൾട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അഡീഷണൽ സെഷൻസും വേണ്ടി വന്നേക്കാം. കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് കുറയ്ക്കാൻ ചെയ്യാവുന്ന ലേസർ ട്രീറ്റ്മെൻറ്റാണ് ലേസർ ടോണിങ്. QC ചെൻഡിയാക് ലേസർ ഉപയോഗിച്ചോ റൂബി ലേസർ ഉപയോഗിച്ചോ 3 to 4 വീക്സ് ഗ്യാപ്പിൽ നമുക്ക് ലേസർ ടോണിങ് ചെയ്യുന്നത് വഴിയായി പിഗ്മെൻറ്റേഷൻ ഒരു പരിധിവരെ മിനിമൈസ് ചെയ്യാൻ സാധിക്കും. വോളിയം ലോസ് കാരണം സംഭവിക്കുന്ന ഡാർക്ക് സർക്കിൾസിനെ കറക്റ്റ് ചെയ്യാൻ നമ്മൾ വോളിയം റീപ്ലേസ് ചെയ്യണം. അത് ഫാറ്റ് ഉപയോഗിച്ച് നമുക്ക് വോളിയം റീപ്ലേസ് ചെയ്യാം. അതായത് നമ്മുടെ ശരീരത്തിൽ അമിതമായ കൊഴുപ്പ് അടിഞ്ഞിരിക്കുന്ന സ്ഥലത്തിൽ നിന്നും ഫാറ്റിനെ സെപ്പറേറ്റ് ചെയ്ത് ശുദ്ധീകരിച്ച് നമ്മൾ മൈക്രോ ഫാറ്റ്, നാനോ ഫാറ്റ് എന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. അതിലെ മൈക്രോ ഫാറ്റ് വോളിയം റീപ്ലേസ് ചെയ്യുകയും നാനോ ഫാറ്റ് പിഗ്മെൻറ്റേഷനെ കുറയ്ക്കുകയും ചെയ്യുന്നു. ദീർഘകാലം നിലനിൽക്കുന്നതും അതുപോലെ വളരെ ഫലപ്രദവുമായ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ്. അതുപോലെ തന്നെ വോളിയം റീപ്ലേസ് ചെയ്യാവുന്ന വേറൊരു ഓപ്ഷനാണ് ഫില്ലേഴ്സ് ഇൻജെക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഹൈലറോണിക് ആസിഡ് ഫില്ലേഴ്സാണ് കൂടുതലും ഇതിനായി ഉപയോഗിക്കുക. 1-2 വർഷം ഗ്യാപ്പിൽ ചിലപ്പോൾ നമ്മൾ അതിനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടതായി വരും. ഫില്ലേഴ്സ്, ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ പേടിയുള്ളവർക്ക് കുറച്ചും കൂടി ഈസിയായി ചെയ്യാവുന്ന ഒന്നാണ് PRP. നമ്മൾ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്നറിയപ്പെടുന്ന ഒന്നാണ്. നമ്മുടെ തന്നെ ശരീരത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന പ്ലേറ്റ്ലെറ്റ്സ് ആണ് നമ്മളിതിലേക്ക് ഇൻജെക്റ്റ് ചെയ്യുന്നത്. PRP സെഷൻ ഒരു 3 മാസത്തിന് ശേഷം കണ്ണിന് ചുറ്റുമുള്ള സ്കിൻ ഇംപ്രൂവ് ആകുന്നതായും പിഗ്മെൻറ്റേഷൻ കുറയുന്നതായും കാണുന്നുണ്ട്. ഇനി പ്രായമായി വരുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ് സ്കിൻ ലാക്സിറ്റി, അതുപോലെ കണ്ണിന് ചുറ്റുമുള്ള പഫിനെസ്. അത് കറക്റ്റ് ചെയ്യാൻ നമുക്ക് പ്ലാസ്റ്റിക് സർജൻ്റെ സഹായത്തോടെ ബ്ലിഫ്രോപ്ലാസ്റ്റി എന്നുള്ളൊരു പ്രൊസീജിയർ ലഭ്യമാണ്. അതുവഴിയായി വളരെ യങ് ലുക്കിംഗ് ആയിട്ടുള്ള ഐസ് തന്നെ നമുക്ക് ലഭിക്കും. അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് മൾട്ടിപ്പിൾ കാരണങ്ങളായി ഉണ്ടാകുന്ന ഒന്നാണ്. മെലാനിൻ എന്ന പിഗ്മെൻറ്റ് സ്കിന്നിൻ്റെ പല ലെയറുകൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് ശ്രമകരവുമാണ്. നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഇതാണ്. 1, നല്ലൊരു സൺസ്ക്രീൻ കൃത്യമായി ഉപയോഗിക്കുക. 2, UV പ്രൊട്ടക്റ്റീവായിട്ടുള്ള സൺഗ്ലാസസ് ഉപയോഗിക്കുക. അണ്ടർ ഐ പഫിനെസ് ഒക്കെ ഉള്ളവർ സോൾട്ട് റെസ്ട്രിക്റ്റഡ് ഡയറ്റ് ഫോളോ ചെയ്യുക. ആൽക്കഹോൾ, സ്മോക്കിംഗ്, സ്ട്രെസ് ഇതെല്ലാം കോൺട്രിബ്യൂട്ടറി ഫാക്ടേഴ്സാണ്. ട്രൈ ടു അവോയ്ഡ് ദം. സ്ക്രീൻ ടൈം കുറയ്ക്കുക.
അപ്പോൾ ഇന്നത്തെ ഡിസ്കഷൻ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് ധരിക്കുന്നു. വേറൊരു ടോപ്പിക്കുമായി ഇനിയും കാണാം. താങ്ക് യു ഓൾ ഫോർ യുവർ പേഷ്യൻ്റ് ലിസണിങ്. ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.